ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് വർക്കൗട്ട് ആൻഡ് പ്രീ വർക്കൗട്ട് മീലിനെ കുറിച്ചുള്ള ഒരു കുഞ്ഞൻ വീഡിയോ ആണ്. അപ്പം നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഫ്രണ്ട്സ്, നമ്മൾ പ്രീ വർക്കൗട്ട് മീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്കൗട്ടിന് മുമ്പായിട്ട് കഴിക്കേണ്ട ആഹാരങ്ങൾ ഏതൊക്കെയാണ്, അത് എപ്പോഴാണ് കഴിക്കേണ്ടത്, അതേ കണക്ക് തന്നെ പോസ്റ്റ് വർക്കൗട്ട് മീൽ നമ്മൾ വർക്കൗട്ടിന് ശേഷം എത്ര നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്, ഏത് ഭക്ഷണമാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ടോപ്പിക്കാണ്. ഓക്കെ. അപ്പം നമ്മുടെ മിക്കവാറും ചെറുപ്പക്കാരെല്ലാം തന്നെ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുന്നവരാണ്. അപ്പം ഈ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നവരിൽ ഏകദേശം ഭൂരിഭാഗം ആൾക്കാരും ഈ പ്രീ വർക്കൗട്ട് മീൽ കഴിക്കാതെയാണ് പോയി വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, എം ഡി സ്റ്റൊമക്കിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുന്നവരെയും കാണാറുണ്ട്. അപ്പം നിങ്ങളങ്ങനെ ചെയ്യരുത്. കാരണം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് നല്ല ഒരു എനർജി നമ്മുടെ ബോഡിക്കകത്ത് ആവശ്യമാണ്. ആ ഒരു എനർജി നമ്മുടെ ദേഹത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല വെയിറ്റൊക്കെ എടുത്തുള്ള വർക്കൗട്ടുകൾ ചെയ്യാനും അതേ കണക്ക് തന്നെ നല്ല ഹൈലി ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള വർക്കൗട്ടുകളൊക്കെ നല്ല ചുറുചുറുക്കോടൊക്കെ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രീ വർക്കൗട്ട് മീൽ നമ്മൾ കഴിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത്? ഓക്കെ, നമ്മൾക്ക് നല്ല കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡുകൾ കഴിക്കാം, അല്പം പ്രോട്ടീൻ കഴിക്കാം, യാതൊരു പ്രശ്നങ്ങളുമില്ല. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡുകൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം അതിനകത്ത് നമുക്ക് കഴിക്കാവുന്ന ഏറ്റവും നല്ല കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകളെന്ന് പറയുന്നത് ഒന്ന് പൊട്ടറ്റോ ആണ്, ഉരുളക്കിഴങ്ങ്. ഓക്കെ, നിങ്ങൾക്ക് ഒരല്പം ചോറും ഏകദേശം ഒരു ബൗൾ ചോറും അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1-2 പൊട്ടറ്റോയും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം. പുഴുങ്ങിയിട്ട് നിങ്ങൾക്ക് രണ്ടും കൂടെ ചേർത്തിട്ട് ഉപയോഗിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീറ്റ് പൊട്ടറ്റോ, ഓക്കെ, നമ്മുടെ മധുരക്കിഴങ്ങെന്ന് പറയുന്ന ഏറ്റവും നല്ല റിച്ച് ആയിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് ഫുഡാണ് മധുരക്കിഴങ്ങെന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത്തയ്ക്ക ഉപയോഗിക്കാം. 2 ഏത്തയ്ക്കയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നാലാമത്തേന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓട്സ് ഉപയോഗിക്കാം. നല്ല കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡാണ്. അല്പം പ്രോട്ടീൻ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വലിയ വിലയൊന്നുമില്ലാത്ത ഫുഡുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് നിങ്ങൾക്ക് പ്രീ വർക്കൗട്ട് മീലായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളിത് എപ്പോഴാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വർക്കൗട്ടിന് 45 മിനിറ്റ് മുമ്പെങ്കിലും നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചിലവരൊക്കെ കാണാൻ ജിമ്മിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 5 മിനിറ്റൊക്കെ മുമ്പായിട്ടൊക്കെ ആയിട്ട് ഏത്തക്കൊക്കെ കഴിച്ചിട്ട് കയറുന്നതാണ്. അത് തെറ്റായിട്ടുള്ള രീതിയാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡ്, ആ ഒരു കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മുടെ ശരീരത്തിൽ ചെന്ന് ദഹിച്ച് അത് നല്ല ഒരു ഗ്ലൂക്കോസായിട്ട് എനർജിയായിട്ട് നമുക്ക് കിട്ടണം. എന്നാൽ മാത്രമേ നമുക്കതുകൊണ്ടുള്ള പ്രയോജനമുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾ വർക്കൗട്ടിന് മുമ്പായിട്ട് ഒരു 45 മിനിറ്റിന് മുമ്പായിട്ട് നിങ്ങൾ പ്രീ വർക്കൗട്ട് മീൽ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് കഴിക്കാം. 2 ഏത്തയ്ക്ക, ഞാൻ പറഞ്ഞ കണക്കാനുള്ള ഫുഡുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ 45 മിനിറ്റിന് മുമ്പെങ്കിലും നിങ്ങൾ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വർക്കൗട്ടിന് ഒരു 15 മിനിറ്റിന് മുമ്പ് നിങ്ങൾക്ക് ഒരു കോഫി നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. നിങ്ങളുടെ എനർജിയെ ബൂസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ നല്ലോണം സഹായിക്കുന്ന ഒരു പാനീയമാണ് കോഫി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ പ്രീ വർക്കൗട്ട് മീൽ. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ കഴിച്ചിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞ നിങ്ങൾ പ്രത്യേകം ഓർക്കുമല്ലോ, 45 മിനിറ്റ് മുമ്പെങ്കിലും നിങ്ങൾ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റ് വർക്കൗട്ട് മീൽ. നമ്മൾ വർക്കൗട്ടിന് ശേഷം എന്തൊക്കെയാണ് കഴിക്കേണ്ടത്, അതും ഞാൻ നേരത്തെ പറഞ്ഞ കണക്കാണ്. കാരണം ചില ആൾക്കാരൊന്നും ഈ വർക്കൗട്ടിന് ശേഷം ആഹാരം കഴിക്കാറില്ല. തെറ്റായിട്ടുള്ള രീതിയാണത്. ഓക്കെ, നമ്മൾ ഈ വർക്കൗട്ടിന് മുമ്പായിട്ട് കഴിച്ച ഫുഡ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴേക്കും അത് നമ്മുടെ എനർജി എല്ലാം ലോസ് ആവുന്നതായിരിക്കും. നമ്മൾ ആ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. അപ്പം നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്കൗട്ട് ചെയ്യുമ്പോഴേക്കും നമ്മുടെ മസിൽസുകളെല്ലാം ബ്രേക്ക് ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു മസിൽസിനെ നമുക്ക് വീണ്ടും റിപ്പയർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് വർക്കൗട്ടിന് ശേഷം വളരെ അത്യാവശ്യമാണ്. അപ്പം ഏതൊക്കെ ഫുഡുകൾ നമുക്ക് കഴിക്കാം? അപ്പം നമുക്ക് കഴിക്കാവുന്ന ഏറ്റവും നല്ല ഒരു പ്രോട്ടീൻ ഫുഡാണ് എഗ്ഗ് എന്ന് പറയുന്നത്, മുട്ട എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വർക്കൗട്ടിന് ശേഷം നിങ്ങൾക്ക് ഒരു 5 മുട്ടയുടെ വെള്ളം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേ പ്രോട്ടീൻ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേ പ്രോട്ടീൻ ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേ പ്രോട്ടീൻ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഒറ്റ സ്കൂപ്പിൽ നിന്ന് ഏകദേശം 25 ഗ്രാമോളം പ്രോട്ടീൻ കിട്ടും. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചെറുപയർ നിങ്ങൾക്ക് വർക്കൗട്ടിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് റെഡിയാക്കി നിങ്ങൾക്ക് വെച്ചേക്കാം. പുഴുങ്ങി റെഡിയാക്കി നിങ്ങൾക്ക് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വർക്കൗട്ടിന് ശേഷം കഴിക്കാം. നിങ്ങൾക്ക് ഏകദേശം ഒരു ബൗൾ ചെറുപയറിൽ നിന്നൊക്കെ ഏകദേശം 25 ഗ്രാമോളം പ്രോട്ടീൻ കിട്ടും. അതെല്ലാം നിങ്ങൾക്ക് കടല കഴിക്കാം. കടലയിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ കിട്ടും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ നിങ്ങൾക്ക് പോകാം. പ്രോട്ടീൻ ഓക്കെ, നിങ്ങൾക്ക് വേ പ്രോട്ടീൻ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ലെന്ന് നിങ്ങൾക്ക് ഇതിനൊക്കെയുള്ള നാച്ചുറലുള്ള അതിനൊക്കെ തന്നെ ചിക്കൻ നിങ്ങൾ കൂടുതലൊന്നും കഴിക്കേണ്ട. നിങ്ങൾക്ക് 100 ഗ്രാം ചിക്കൻ മതിയാവും. 100 ഗ്രാം ചിക്കൻ നിങ്ങൾ കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം 25 ഗ്രാമോളം പ്രോട്ടീൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ മസിൽ റിപ്പയറിങ്ങിന് നിങ്ങൾ പ്രത്യേകം ഓർക്കുക, നിങ്ങളുടെ മസിൽ റിപ്പയറിങ്ങിനും മസിൽ ബിൽഡിങ്ങിനും പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് വർക്കൗട്ടിന് ശേഷം നിങ്ങൾ
പ്രോട്ടീൻ മസ്റ്റായിട്ടും കഴിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ പ്രോട്ടീൻ എപ്പോഴാണ് കഴിക്കേണ്ടത്? വർക്കൗട്ടിന് ശേഷം. നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് 15 തൊട്ട് അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ ആവശ്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് 15 തൊട്ട് 20 മിനിറ്റിനുള്ളിൽ നിങ്ങൾ പ്രോട്ടീൻ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞൻ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് തരാൻ മറന്നു പോകരുത്. ഓക്കെ, അപ്പം ഇത് കൂടുതൽ വിശദമായിട്ട് പറയേണ്ട ഒരു ടോപ്പിക്കല്ല. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ നേരത്തെ വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ കണക്ക് തന്നെ വർക്കൗട്ടിന് മുമ്പായിട്ടും വർക്കൗട്ടിന് ശേഷവും നിങ്ങൾ ഫുഡുകൾ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇപ്പം നമ്മൾ മസിൽ ബിൽഡിങ്ങിനൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അതല്ല നമ്മൾ ഫാറ്റ് ലോസിന് വേണ്ടിയിട്ടാണെങ്കിലും ഏത് രീതിക്ക് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാവുന്നതാണ്. യാതൊരു പ്രശ്നങ്ങളും തന്നെ ഇല്ല. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.